നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയം കത്തിയമരുകയാണ്. മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ഏറ്റവും വലിയ ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. DMKയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ്റെ മകനുമൊക്കെയായ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിലാണ് ഇപ്പോൾ അറസ്റ്റ്. അതായത് അദ്ദേഹം ഈ കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയനെ എതിർക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ജോസഫ് വിജയുടെ പെൺസുഹൃത്തായ തൃഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയായിരുന്നു. ആ ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ പേരിൽ തമിഴ്നാട്ടിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിലാദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് തഞ്ചാവൂർ ഈസ്റ്റ് പോലീസാണ്. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഉദയനിധിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്ത കേസുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇപ്പോൾ റോഡ് മാർഗം തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉദയനിധി സ്റ്റാലിൻ്റെ അറസ്റ്റിനെതിരെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നന്നേ പണിപ്പെടേണ്ടി വന്നു. പ്രവർത്തകരുടെ നടുവിലായിരുന്നു ഉദയനിധി സ്റ്റാലിൻ ഉണ്ടായിരുന്നത്. ധാരാളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷമായിരുന്നു ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചത്. വലിയ സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ കർശന നിർദ്ദേശപ്രകാരമാണ് പോലീസിൻ്റെ നടപടി എന്നാണ് സൂചന. കാരണം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയത്. അദ്ദേഹം മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. മാത്രമല്ല ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ ചെറുമകനാണ്. നേരത്തെ ഇതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ്റെ മകനാണ്. അങ്ങനെ DMKയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അങ്ങനെയുള്ള ഒരു നേതാവാണ് മുഖ്യമന്ത്രി വിജയിയെ വിമർശിക്കുന്ന കൂട്ടത്തിൽ കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തമിഴ്നാടിന് കർണാടക കാവേരി നദീജലം നൽകില്ലെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നിയമപ്രകാരം നോക്കിക്കൊള്ളാമെന്നും നേരത്തെ കർണാടക തീരുമാനിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഈ സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ ജോസഫ് വിജയ് ഒന്നും ചെയ്യുന്നില്ലെന്നും കർണാടക സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കാനായി അല്ലെങ്കിൽ കർണാടക സർക്കാരിനെതിരെ നടപടി സ്വീകരിക്കാനും കാവേരി ജലം തമിഴ്നാട്ടിലെ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും മുഖ്യമന്ത്രി ജോസഫ് വിജയ് പരാജയപ്പെട്ടു എന്നുമൊക്കെയുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള, അതായത് മുഖ്യമന്ത്രിയുടെ സുഹൃത്തായിട്ടുള്ള തൃഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, സഭ്യതരമായ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉദയനിധി സ്റ്റാലിൻ നടത്തിയത്. ഇതിൻ്റെ പേരിൽ വലിയ വിവാദം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ കൊണ്ട് ഈ പ്രസ്താവന തമിഴ്നാട്ടിൽ ഉടനീളം ആളിക്കത്തുകയായിരുന്നു. മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ തമിഴ്നാട്ടിൽ ഉദയനിധിക്കെതിരെ രംഗത്തു വരുന്നു. അവർ നിരവധി നിയമ നടപടികൾ സ്വീകരിക്കുന്നു. തമിഴ്നാട്ടിൽ ഉടനീളം നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഉദയനിധിക്കെതിരെ പരാതികൾ പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിന് തൊട്ട് മുമ്പ്, അതായത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഉദയനിധി സ്റ്റാലിൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതിയിൽ അദ്ദേഹം നൽകുന്നു. അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നാവശ്യപ്പെടുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ആ മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പോലീസ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. മറുഭാഗത്ത് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തെ റോഡ് മാർഗമാണ് തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകുന്നത്. അറസ്റ്റ് ചെയ്യാൻ തന്നെ പോലീസ് നന്നേ പണിപ്പെട്ടു. അദ്ദേഹത്തെ തഞ്ചാവൂരിലേക്ക് എത്തിക്കാനും വലിയ ശ്രമം വേണ്ടിവരുമെന്നാണ് സൂചന. കാരണം വഴിനീളെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് DMK. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഭരണകക്ഷിയായിരുന്ന DMKക്ക് ഭരണം നഷ്ടമാകുന്നു എന്ന് മാത്രമല്ല, പുതിയ പാർട്ടിയായ വിജയുടെ നേതൃത്വത്തിലുള്ള TVK അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് DMKയും വിജയും തമ്മിൽ കഴിഞ്ഞ കുറേ നാളായി കൊമ്പ് കോർക്കുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ DMKക്കെതിരെ അതിനിശ്ചിതമായ വിമർശനം നടത്തിക്കൊണ്ട്
ഉന്നയിച്ചുകൊണ്ടാണ് വിജയ് അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷവും വിജയ് DMK വിമർശിക്കുന്നത് തുടർന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ കരൂർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സർക്കാർ ജോലി നൽകിയിരുന്നു. ആ തീരുമാനം ഹൈക്കോടതി റദ്ദു ചെയ്തിരുന്നു. ഇതിനടക്കം ഉത്തരവാദികൾ DMK സർക്കാരാണ്, അല്ലെങ്കിൽ DMK ആണ് എന്നാണ് ജോസഫ് വിജയ് വിമർശനമായി ഉന്നയിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കാരണം DMK തമിഴ്നാട് ഖജനാവ് മുഴുവൻ കാലിയാക്കിയതിന് ശേഷമാണ് കടന്നുപോയിരിക്കുന്നതെന്നും തമിഴ്നാട് സാമ്പത്തികമായി ഒരു വലിയ പ്രതിസന്ധിയിലാണ്, ആ പ്രതിസന്ധിയിൽ നിന്നും സംസ്ഥാനത്തെ കരകയറ്റുമെന്നുമൊക്കെ ജോസഫ് വിജയ് പറഞ്ഞിരുന്നു. അതിനിശിതമായ വിമർശനം, രാഷ്ട്രീയ വിമർശനം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും വിജയ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിന് തടയിടാനെന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ വിമർശനത്തിന് മറുപടിയായിട്ടാണ് കാവേരി വിഷയം ഉണ്ടായപ്പോൾ ജോസഫ് വിജയിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ DMK നിലപാട് ഘടിപ്പിക്കുന്നത്. DMK തമിഴ്നാട് മുഖ്യമന്ത്രിക്കെതിരെ തിരിയുകയായിരുന്നു. പക്ഷേ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് DMK പോയി എന്ന് മാത്രമല്ല, സ്ത്രീ വിരുദ്ധ പരാമർശം, ഈ മുഖ്യമന്ത്രിയുടെ സുഹൃത്ത് എന്ന നിലയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം തൃഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട്, തൃഷയുടെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി തൃഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉദയനിധി സ്റ്റാലിൻ നടത്തുന്നു. ഇതിനെതിരെയാണ് നിയമ നടപടികൾ, വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ, അതുപോലെ തന്നെ പരാതികൾ എത്തുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ത്വരിത വേഗതയിൽ തന്നെ നടപടി സ്വീകരിക്കുകയും മുൻകൂർ ജാമ്യം പോലും നേടാൻ അനുവദിക്കാതെ, സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ മുൻകൂർ ജാമ്യം ഒരു വിഷയത്തിൽ തേടുമ്പോൾ അതിൽ കോടതിയുടെ വിധി വരുന്നതുവരെ കാത്തിരിക്കുക എന്നത് പോലീസ് ചെയ്യാറുണ്ട്. പക്ഷേ അതുപോലും ചെയ്യാതെ കൃത്യമായി തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തൂക്കിയെടുത്ത് അകത്തിട്ടിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നടപടി എന്നാണ് സൂചന. ഇതിനു മുന്നേയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സനാതന ധർമ്മം, അത് ഡെങ്കു പോലെ, അതുപോലെ തന്നെ മലേറിയ പോലെ ഒരു പകർച്ചവ്യാധി പോലത്തെ വിഷയമാണ്, അതുകൊണ്ട് തന്നെ അതിനെ തുടച്ചു നീക്കണം എന്ന ഒരു പരാമർശം ഉദയനിധി സ്റ്റാലിൻ നടത്തിയിരുന്നു. ഈ പരാമർശം ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദമായിരുന്നു. ഇന്ത്യ മുന്നണിക്ക് അത് വലിയ പരിക്കുപറ്റുന്നതിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണിക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞു. സനാതന ധർമ്മത്തെ എതിർത്തുകൊണ്ട്, സനാതന ധർമ്മത്തെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ DMKയുടെ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പ്രസ്താവന നടത്തിയിരിക്കുന്നു എന്ന വാർത്ത അത് ഉത്തരേന്ത്യയിൽ പാർട്ടിക്കും മുന്നണിക്കും തിരിച്ചടിയായി. പക്ഷേ ഈ സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള ആ പ്രസ്താവന അങ്ങേയറ്റം മ്ലേച്ഛകരമാണ് എന്ന് കോടതികൾ പോലും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വിടുവായത്തരം പറയുക എന്നത് ഉദയനിധി സ്റ്റാലിൻ്റെ ഒരു രീതിയാണ്. അത്തരത്തിലൊരു രീതിയാണ് ഉദയനിധി സ്റ്റാലിൻ വീണ്ടും നടത്തിയിരിക്കുന്നത്. വ്യക്തിപരമായ പരാമർശം തൃഷയ്ക്ക് നേരെ നടത്തിയിരിക്കുന്നു. തൃഷ എന്ന പേര് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഉദയനിധിയുടെ അഭിഭാഷകൻ പറയുന്നത്. പക്ഷേ ലക്ഷ്യം വച്ചത് അവിടേക്ക് തന്നെയാണ് എന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ, മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ജീവിതത്തിലെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ, അതും സ്ത്രീ വിരുദ്ധമായ, അതുപോലെ തന്നെ അങ്ങേയറ്റം കുറ്റകൃത്യപരമായ പ്രസ്താവനകളാണ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയത് എന്നാണ് പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികൾ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ്. വ്യാപകമായ പ്രതിഷേധം ഈ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളും തമിഴ്നാട്ടിലുടനീളം വ്യാപകമായ പ്രതിഷേധം നടത്തുകയാണ്. ഇതോടുകൂടി DMKയും വിജയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും വിജയ് സർക്കാരിനോടൊപ്പം ഘടകകക്ഷികൾ പോയെങ്കിലും വിജയ് സർക്കാരിനൊപ്പം നിൽക്കട്ടെ, അല്ലെങ്കിൽ വിജയ് സർക്കാർ തുടരട്ടെ, മറിച്ചിടാൻ തങ്ങളില്ല എന്ന നിലപാടാണ് DMK സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ DMKയും അതുപോലെ തന്നെ TVKയും തമ്മിലുള്ള പോര് രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ആ പോര് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് ഉദയനിധി സ്റ്റാലിൻ്റെ അറസ്റ്റ്, നിമിഷം വൈകാതെയുള്ള അറസ്റ്റ് സൂചിപ്പിക്കുന്നത്.